സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എഴുകുംവയൽ കുരിശുമലയിലാണ്. ഞങ്ങളിപ്പോൾ ഒരു 4 വർഷത്തോളമായിട്ട് അടുപ്പിച്ച് ഇവിടെ വരാറുണ്ട്. എല്ലാ ദുഃഖ വെള്ളിയാഴ്ചകളിലും ഇവിടെ എത്താറുള്ളതാണ്. അപ്പോൾ കുരിശിൻ്റെ വഴിയിലൂടെ എന്ന രീതിയിൽ നമ്മൾ ഈ കാണുന്നിടത്ത് നിന്നും നമ്മൾ മുകളിൽ മലയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഈ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ 14 കുരിശിടങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ കുരിശിടങ്ങളിലെല്ലാം നമ്മൾ തിരി കത്തിച്ചും അതുപോലെ കത്തിക്കാൻ സാധിക്കാത്തടത്ത് തിരി വെച്ചുമാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് അത് ഞങ്ങൾ പോയ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആമിക്കുട്ടി തിരി അവിടെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞു. അവിടുന്ന് രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ 14 സ്ഥലങ്ങളിലും നമ്മൾ ഈ തിരി വെച്ചാണ് നമ്മൾ ഈ മല കയറുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യത്തെയിലും കുറച്ച് കൂടുതൽ എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെയുള്ള തിരക്കുകളായിരുന്നു. ചില സ്ഥലങ്ങളിൽ കാല് ചെറിയ രീതിയിൽ പിച്ച വെച്ച് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കയറിയത്. ഈ ഒരു തിരക്ക് ശരിക്ക് എന്താണ് എന്നും എത്രമാത്രം റിസ്ക് എടുത്താണ് ആൾക്കാർ കയറുന്നതെന്നും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്കിപ്പ് ചെയ്യാതെയൊക്കെയാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. എഴുകുംവയൽ കുരിശുമലയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും അതുപോലെ തന്നെ തോമസ് ശ്ലീഹായുടെ ചിത്രവും വിശുദ്ധ ഹോളി സെപുൾക്കറിന്റെ മാതൃകയിൽ പണി തീർത്തിരിക്കുന്ന തിരുക്കല്ലറയുമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് തന്നെ പിയാത്ത എന്ന് പറയുന്ന ഒരു ശില്പമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രൂശിത രൂപത്തിന് മുമ്പിൽ നമ്മളെത്തും. അവിടുന്ന് നമ്മൾ അവിടെ തൊട്ട് വണങ്ങിയതിന് ശേഷം അവിടുന്ന് താഴേക്ക് ഇറങ്ങി അവിടുന്ന് ഈ പറഞ്ഞ സെപുൾക്കറിന്റെ മാതൃകയിൽ പണി തീർത്തിരിക്കുന്ന തിരുക്കല്ലറയിൽ കൂടെ പ്രാർത്ഥിച്ച് നമ്മൾ ഫ്രണ്ടിൽ വരും. അപ്പോൾ അങ്ങനെ അവിടെ വന്നതിന് ശേഷം എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ ദിവ്യബലിയും അതുപോലെ തന്നെ കഞ്ഞിയും ഉണ്ട്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ തിരികെ പോരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറി കഴിഞ്ഞ് ചെറിയൊരു നിരപ്പ് ഭാഗമുണ്ട്. അപ്പോൾ അവിടെ കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളൊക്കെ അല്പം മടുത്ത് കേട്ടോ. അപ്പോൾ മടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ആമിക്കുട്ടിയും അതുപോലെ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും തന്നെ ഞാൻ ഉൾപ്പെടെ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് അവിടുന്ന് വീണ്ടും പതിയെ നമ്മൾ മല കയറാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഈ ഒരു കുരിശുമല, നമ്മളുടെ എഴുകുംവയൽ കുരിശുമല കിഴക്കിൻ്റെ കാൽവരി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിഴക്കിൻ്റെ കാൽവരിയായ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപമുള്ള ആ ഒരു കുരിശുമലയിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കയറുന്നതിനിടയിൽ ഓരോ കുരിശ് അടിയിലും ഓരോരുത്തർ നിന്ന് അല്ലെങ്കിൽ കൂട്ടമായിട്ട് നിന്ന് ഒന്നാം കുരിശ്, രണ്ടാം കുരിശ്, അങ്ങനെ ഓരോന്നിനും ചൊല്ലേണ്ടതായിട്ടുള്ള ഓരോ പ്രാർത്ഥനകളുടെ ബുക്കും കയ്യിൽ കരുതി അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിക്കൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലി മെഴുകുതിരി കത്തിച്ചും അങ്ങനെയാണ് എല്ലാവരും മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ കയറി നമ്മളുടെ ലക്ഷ്യസ്ഥാനമായ ആ ഒരു പ്രഥമ സ്ഥാനത്ത് നമ്മൾ
എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ചൂടുകളും കൂടെ കഴിഞ്ഞാൽ അങ്ങനെ കുരിശുമലയുടെ മുകളിൽ നമ്മൾ എത്തുകയാണ്. നമുക്ക് ഏറെക്കുറെ കാണാം, അതിൻ്റെ ഒരു കുരിശടി അവിടെ കാണാം. അപ്പോൾ ആ കുരിശടിയിൽ നമ്മൾ തിരിയൊക്കെ വെച്ച് അതിന് ശേഷം മുമ്പോട്ട് പോകുന്നതാണ്. അവിടുന്ന് ഒരല്പം കൂടി ഉള്ളു. നമുക്ക് ഏറെക്കുറെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദൂരെയായിട്ട് നമ്മുടെ ക്രൂശിത രൂപം കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഏറെക്കുറെ വേണ്ട ദൂരെയായിട്ട് ചെറിയ രീതിയിൽ ക്രൂശിത രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിരവധി ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂശിത രൂപത്തിലേക്ക് എൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് പിയാത്ത. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു പിയാത്ത എന്ന ശില്പം. ഈ ശില്പം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിന് ശേഷം തൻ്റെ മാതാവായ മറിയം മടിയിൽ കിടത്തിയിരിക്കുന്ന ശില്പമാണിത്. അപ്പോൾ പിയാത്ത എന്ന് പറയുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും, ചില ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം മാതാവായ മറിയത്തിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്നതിൻ്റെ ശില്പമാണ്. ഏതാണ്ട് ഒരു 14-ാം ശതകം മുതൽ ഈ ഒരു രൂപം ചിത്രരൂപത്തിലും അതുപോലെ തന്നെ ശില്പരൂപത്തിലും പ്രചരിച്ചു വരുന്നുണ്ട്. ഇവിടെ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളിലും കൂടുതലായിട്ട് ആൾക്കാർ കുരിശൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇത്രയും കണ്ടിരുന്നില്ല. ഈ പ്രാവശ്യം അധികം കുരിശുകൾ ഉണ്ടായിരുന്നു. ഇറ്റാലിയൻ വാക്കായിട്ടുള്ള പിയാത്ത എന്ന വാക്ക് ഒരു ഇറ്റാലിയൻ വാക്കാണ്. അപ്പോൾ ഈ ഒരു ഇറ്റാലിയൻ വാക്കായ പിയാത്ത എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുണ അല്ലെങ്കിൽ ദയ. ഇതാണ് ഈ പിയാത്ത എന്ന വാക്കിന്റെ അർത്ഥം, കരുണ അല്ലെങ്കിൽ ദയ. അപ്പോൾ പലരും ഇതിങ്ങനെ ഒന്നിച്ചു പോകുന്നുണ്ടെങ്കിലും എല്ലാവർക്കും മറ്റും ഇത് അറിയണമെന്നില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എഴുകുംവയൽ കുരിശുമലയിലെ ഈ ക്രൂശിത രൂപവും തിരുക്കല്ലറയിലെ കർത്താവിന്റെ രൂപവും മറ്റു രൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസിദ്ധമായ ഒരു ശില്പി ജോസ് തെക്കനാൽ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ശില്പിയാണ്. ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപം സ്ഥിതി ചെയ്യുന്ന ഈ 3000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുരിശുമലയിലെ എല്ലാ രൂപങ്ങളും അവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളുടെ ജോസ് തെക്കനാൽ എന്ന് പറയുന്ന പ്രസിദ്ധ ശില്പിയാണ് എന്നുള്ളതിൽ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കണ്ടോ, നല്ല നീണ്ട ഒരു നിര തന്നെയാണ്. ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വരുന്നതനുസരിച്ച് മറ്റൊരു വഴിയിലൂടെ വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ആൾക്കാർ ഇവിടെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നീണ്ട ഒരു ക്യൂ തന്നെ. ഞങ്ങൾ ആദ്യം കയറി വന്നപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ക്യൂ ആണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഏകദേശം അവിടുത്തെ ആ പ്രാർത്ഥനാ ചാപ്പലിൻ്റെ അവിടം വരെ എത്തിയിട്ടേ ഉള്ളൂ. നമ്മളിങ്ങനെ നടന്ന് പതിയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ കാലിൻ്റെ ഓരോരോ ചുവടും ഓരോ സ്റ്റെപ്പ് വീതം നമ്മൾ എടുത്തു വെച്ചാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അത്രയ്ക്ക് തിരക്കാണ്. അവിടുന്ന് അവർ നിയന്ത്രിച്ച് വിടാനായിട്ട് പോലും വളരെ പാടുപെടുന്നുണ്ട്. അതനുസരിച്ച് ഓരോരോ സ്റ്റെപ്പും വെച്ച് വളരെ ക്ഷമയോടുകൂടി, അതിൻ്റെ ഇടയിൽ ആൾക്കാർ ഇടയ്ക്ക് വന്ന് കയറുന്നുണ്ടെങ്കിൽ പോലും വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ആൾക്കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ അവിടെ ദിവ്യബലിയും അതുപോലെ തന്നെ നേർച്ചക്കഞ്ഞിയൊക്കെ അതിൻ്റെ പുറകിൽ രാവിലെ 6 മണിക്ക് സമയത്ത് കയറിയവർക്ക് പോലും നേർച്ചക്കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണക്കുകൾ വരുന്നുണ്ടായിരുന്നു. ഏകദേശം 500 കിലോയുടെ മാങ്ങാച്ചാറാണ് അവിടെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതിയെ ഈ ക്രൂശിത രൂപത്തിൻ്റെ അടുത്തേക്ക് ഈ ഒരു കുറച്ച് സ്റ്റെപ്പുകളിലൂടെ കയറി കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ എത്തുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ തൊട്ട് വണങ്ങി നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകാനായിട്ട് പോകുന്നത്
നമ്മളുടെ കുറച്ച് മുമ്പേ പറഞ്ഞ ആ യേശു ക്രിസ്തുവിൻ്റെ നമ്മളുടെ തിരുക്കല്ലറയിലേക്കാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, തോമസ് ലീഗയുടെ ചെയ്ത വിശുദ്ധ ഹോളി സെപ്ൾക്കറിന്റെ മാതൃകയിൽ പണിതീർത്തിരിക്കുന്നതാണ് ഈ ഒരു തിരുക്കല്ലറയിലെ രൂപം. അപ്പോൾ നമ്മൾ പതിയെ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. അങ്ങനെ തിരുക്കല്ലറയിലേക്കുള്ള ഒരു ക്യൂ ഇവിടെ തുടങ്ങുന്നു. നമുക്ക് ദൂരെയായിട്ട് തിരുക്കല്ലറയുടെ ആ ഒരു ബോർഡ് കാണാം. അവിടുന്ന് പതിയെ ആൾക്കാർ ഇവിടുത്തെ കാര്യവും മുമ്പ് പറഞ്ഞതുപോലെ ഓരോ സ്റ്റെപ്പ് വെച്ച്, കാരണം ആദ്യം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ 2 പേർക്ക് 2 ലൈനായിട്ട് പോകാനായിട്ടുള്ള ഇടയുള്ളൂ. അതിനുശേഷം ഒരു പാറയുടെ അവിടെ ഒരു ഗുഹ രൂപത്തിൽ നിർമ്മിച്ച് ആ ഗുഹയ്ക്കുള്ളിലാണ് ഈ ഒരു തിരുക്കല്ലറയിലെ ഈ ഒരു രൂപം അവിടെ പണി തീർത്തിരിക്കുന്നത്. അവിടെ താഴേക്ക് വലിയ കൊക്കയാണ്, അങ്ങോട്ടേക്ക് ആളുകളിൽ അപകടാവസ്ഥ ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേലിയൊക്കെ നിർമ്മിച്ച് വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് അവിടെ ഈ ഒരു തിരുക്കല്ലറ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ തിരുക്കല്ലറയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ നടന്ന് നമ്മൾ ഹോളി സെപ്ൾക്കറിന്റെ മാതൃകയിൽ നിർമ്മിച്ച തിരുക്കല്ലറയുടെ തൊട്ടടുത്തെത്തി. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ മെഴുകുതിരി വെക്കുന്നവരുണ്ട്. അങ്ങനെ ആ ഒരു തിരുക്കല്ലറയുടെ രൂപമാണ് നമ്മൾ ഈ കാണുന്നത്. കയ്യിലും അതുപോലെ തന്നെ കാലിലും ഒക്കെ തൊട്ട് വണങ്ങിയും മുത്തമിട്ടും ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കാണാലോ, കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ശില്പം അവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നും നമ്മൾ വെളിയിലിറങ്ങി ആ പിയാത്ത എന്ന് പറയുന്ന ആ ഒരു ശില്പത്തിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു കുരിശുകളാണ്. ഓരോരുത്തരും താഴെ നിന്നും കയറി വരുമ്പോൾ ഈ കുരിശ് ചുമന്ന് കയറി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പിന്നീട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതും കഞ്ഞി കുടിക്കാനായിട്ട് പോകുന്നതും. വളരെ വലിയ ക്യൂ നിരയായിട്ട് വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ സൈഡിലൂടെ വന്ന് അവിടെ കാണുന്ന മറ്റൊരു പ്രധാന ഭാഗമാണിത്. മലമുകളിലെ കിണർ. എത്ര വലിയ വേനൽ വന്നു കഴിഞ്ഞാലും ഈ മലമുകളിലെ ഈ 3000 അടി മുകളിൽ ഈ ഒരു കിണർ ഇതിൻ്റെ അകത്ത് വെള്ളം വറ്റാറില്ല. കണ്ട ഒരു അമ്മ 2 പിള്ളേർക്കും വെള്ളമൊക്കെ എടുത്ത്, വളരെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് ആഴം ഒന്നും ഈ കിണറിനില്ല. ഇത്രയും മുകളിൽ വളരെ ചെറിയ താഴ്ചയിൽ ഉള്ള ഈ ഒരു കിണറ്റിലെ വെള്ളം നമുക്ക് വേണ്ടി ഇത്രയും തൊട്ടടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ വെള്ളം കുറയുമെങ്കിലും ഈ വെള്ളം ഒരു കാരണവശാലും ഈ വെള്ളം വറ്റാറില്ല എന്നതുള്ള ആണ് ഇതിൻ്റെ പ്രത്യേകത. എപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വെള്ളം കോരി കുടിച്ചിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകാറുള്ളൂ. അതൊരു പ്രത്യേക കുളിർമ തരുന്ന ഒന്ന് തന്നെയാണ്. അതിനെക്കുറിച്ച് പറയാതിരിക്കാനായിട്ട് ഒരു നിർവാഹവുമില്ല. അങ്ങനെ നമ്മൾ ആ വെള്ളവും കുടിച്ചതിന് ശേഷം നമ്മൾ നേർച്ചക്കഞ്ഞി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇതായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ആ ഒരു പന്തലിൻ്റെ അവിടേക്ക് നമ്മൾ നടന്നെടുത്തു. ആ നേർച്ചക്കഞ്ഞി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവിടെ നമ്മൾ ചെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് പാത്രം കഴുകി വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത് കഴുകി വെക്കുന്നത് അത്രയും നല്ലതാണ്. കഴുകി വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതൊക്കെ നമ്മൾ ഒരിടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് തന്നെ കുറേ ചേച്ചിമാരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഷിഫ്റ്റായിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ചേട്ടന്മാർ ഇവരൊക്കെ നിന്ന് വളരെ രാവിലെ മുതൽ ഓരോ ഷിഫ്റ്റും മാറി മാറി നിന്ന് ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പൊരിഞ്ഞ വെയിലെന്ന് വെച്ചാൽ പൊരിഞ്ഞ വെയിലെന്നോ കരിഞ്ഞ വെയിലെന്നോ നമുക്ക് പറയാൻ പറ്റും. അത്രയേറെ വെയിലത്തും ആ മലമുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇരുന്ന് എല്ലാവരും വളരെ ക്ഷമയോടെ ഈ കഞ്ഞി കുടിക്കാതെ അവിടുന്ന് ഒരാൾ പോലും ആ മല ഇറങ്ങാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം.
അവിടെ എത്ര പേര് വന്നിട്ടുണ്ടോ അത്രയും പേർക്കും കൊടുക്കുന്നതിന് വേണ്ട കഞ്ഞി അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൈ കഴുകുന്നതിന് വേണ്ട വെള്ളമുണ്ട്, കുടിക്കുന്നതിന് വേണ്ട വെള്ളമുണ്ട്. ഒരാൾ പോലും അവിടുന്ന് ഒരു മടുത്ത് അവിടുന്ന് ഇറങ്ങുന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ടാകുന്നതല്ല. അതുപോലെ ഓഫീസുകളിൽ അവിടത്തേക്ക് വേണ്ട നേർച്ചകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ എന്തെങ്കിലും നമ്മൾ പൈസയൊക്കെ സംഭാവന കൊടുക്കുന്നതൊക്കെ എഴുതാൻ വേണ്ടി ഓഫീസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് കഞ്ഞി കുടിച്ച് വരുമ്പോഴും കൃഷിരൂപത്തിൻ്റെ അവിടുന്ന് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ കാണാമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 11-12 കൂടി ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇപ്പോഴും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വർഷത്തെ ദുഃഖവെള്ളി ആഴ്ചയിലെ കുരിശുമല കയറ്റം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ നടന്നു. തിരിച്ചിറങ്ങുമ്പോഴും കിണറ്റിലെ വെള്ളം കുടിച്ച് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ കിണറിൻ്റെ ചുറ്റും കൂടിയിരുന്നു. കുട്ടികളൊക്കെ കുപ്പിക്കകത്ത് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയും കാണാമായിരുന്നു. ഈ വർഷത്തെ കുരിശുമല യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇറങ്ങുന്നത് നമ്മളുടെ ഈ മലമുകളിലെ കിണറിൻ്റെ അതുവഴി പുറകിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. കയറി വന്ന വഴിയിലൂടെയല്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.